നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ ഒരിക്കലും ഈ പെറ്റമ്മയെ കാണില്ലായിരുന്നു മോനെ. നിങ്ങളുടെ ഈ മാറ്റം ഇന്നലെ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നതാ. സത്യം മറച്ചു വെച്ചൊന്നൊരു ദേഷ്യം ഗൗതമന് നിധിയോട് തോന്നിയെന്നതിൽ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. ആർക്കായാലും തോന്നും. കാരണം എന്റെ മോൻ ഇവളെ അത്രയധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ദേഷ്യം തോന്നണം, വഴക്കു പറയണം, അതാ സ്നേഹത്തിന്റെ തെളിവാണ്. പക്ഷെ എന്തുകൊണ്ട് നിധി അങ്ങനെ ചെയ്തു എന്ന് ചിന്തിക്കാനുള്ള മനസ്സുകൂടി എന്റെ മോൻ കാണിക്കണം. നിന്നെ അന്വേഷിച്ച് ഞാൻ ഈ നാട്ടിൽ വന്ന അന്നു മുതല് ഇന്നോളവും എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരേ ഒരാള് ഈ നിൽക്കുന്ന നിന്റെ ഭാര്യയാണ് മോനെ. എന്നൊരു വേലക്കാരിയാക്കി ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുവന്നു നീ ഇവളെ കുറ്റപ്പെടുത്തിയില്ലേ? പക്ഷെ ആ വീട്ടിൽ എനിക്ക് പാർവതിക്ക് കൊടുക്കുന്നതിനേക്കാൾ സ്നേഹവും കരുതലും നിധി തന്നു. അതെന്തുകൊണ്ടാണെന്നറിയൂ? നിന്റെ പെറ്റമ്മയാണ് ഞാൻ എന്നതുകൊണ്ട് തന്നെ. ഞാൻ ഈശ്വരമംഗലത്തേക്ക് വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ഈ ഭൂമിയിൽ എന്നെ ചേർത്ത് പിടിക്കാൻ ഇവളുടെ കൈകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നെ പോലും അറിയിക്കാതെ നിന്റെ അമ്മയെ സംരക്ഷിക്കാൻ ഇവള് കാണിച്ച മനസ്സ് നീ എന്താടാ മോനെ കാണാതെ പോകുന്നത്? നിന്നോട് സത്യം പറയുന്നില്ല എന്നതിന്റെ പേരിൽ എനിക്കിവളോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്, പിണങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്. എന്തിനിതെല്ലാം നിധി സഹിക്കണം? അതിന് എനിക്കൊരൊറ്റ ഉത്തരം ഉണ്ടായിരുന്നുള്ളൂ. നിനക്കാരെ നഷ്ടപ്പെടരുത്. അതായിരുന്നു ഇവളുടെ ഉള്ളിലെ ചിന്ത. നിനക്ക് മറ്റുള്ളവരുടെ സ്നേഹം നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിച്ച ഇവളെ നീ എന്താടാ മോനെ മനസ്സിലാക്കാത്തെ? പോറ്റമ്മയും പെറ്റമ്മയും ഇരുപുറങ്ങളിൽ നിർത്തുന്ന ഒരു ഗൗതമനെയാ ഇവൾ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി മാത്രമാ ഇവള് ശ്രമിച്ചതൊക്കെയും. ഇപ്പോഴും പാർവതിയൊന്നും അറിയരുതെന്ന് ഇവള് പറയുന്നുണ്ടെങ്കിൽ അത് അതിനുവേണ്ടി മാത്രമാ. നോക്കുമോനെ, ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി നിന്റെ മുന്നിൽ കളിച്ചും ചിരിച്ചും നിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിച്ച പെണ്ണാ ഇവള്. നിന്റെ പെറ്റമ്മയെ സംരക്ഷിച്ചവളാ ഇവള്. ഇവളെ ചേർത്ത് പിടിക്കാനുള്ള ബാധ്യത എനിക്കും നിനക്കും ഇല്ലേ ഗൗതം? പറമോനെ, നിനക്കിപ്പോഴും തോന്നുന്നുണ്ടോ നിധി ചെയ്തത് തെറ്റാണെന്ന്? നോക്ക്, പുതിയ വീട്ടിലേക്ക് എല്ലാ സന്തോഷത്തോടെയും ഞാൻ കയറുമ്പോ പഴയതിന്റെ ഇരട്ടി സ്നേഹത്തോടെ വേണം നിങ്ങൾ രണ്ടുപേരും എന്നോടൊപ്പം ഉണ്ടാവാൻ. അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് എനിക്ക് വരാൻ കഴിയില്ല. എന്തൊക്കെയായി പറയുന്നത്? ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. എന്റെ കണ്ണടയും വരെ നിങ്ങൾ ഒരുമിച്ച് പഴയതിനേക്കാൾ സന്തോഷത്തോടെ ജീവിക്കണം. അത് കാണാനുള്ള ഭാഗ്യമില്ലെങ്കിൽ പിന്നെന്തിനാ പുതിയൊരു വീടും ജീവിതമൊക്കെ? എനിക്കെന്റെ മോനെ കിട്ടി. ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹവും സാധിച്ചു. നിനക്ക് നിധിയോട് ക്ഷമിക്കാനാവുന്നില്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ഞാൻ അങ്ങ് തിരിച്ചു നടക്കുക. ജീവിതത്തിലേക്കല്ല, മരണത്തിലേക്ക്. അമ്മേ, വേണ്ടാത്തൊന്നും പറയല്ലേ. എനിക്ക് വേണ്ടത് നിന്റെ മറുപടിയാ. ക്ഷമിക്കാൻ പറ്റില്ലേ മോനെ ഇവളോട്?